ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് 1 രാജാക്കന്മാർ 3:13. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്ക് ഉണ്ടായിരിക്കും. സോളമന്റെ പ്രാർത്ഥനയാണ്. ദൈവം സോളമനോട് പറയുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, ഇഷ്ടമുള്ളത് ചോദിക്കാം. സോളമൻ ദൈവത്തോട് ചോദിച്ചത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകമാണ്. നിന്റെ ജനത്തെ നയിക്കാൻ, നിന്റെ ജനത്തെ ഭരിക്കാൻ എൻ്റെ ദൈവമേ, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് നൽകണമേ. ആ ചോദ്യത്തിൽ ദൈവം പ്രീതിയുള്ളവനായി മാറി എന്ന് മാത്രമല്ല, സോളമനോട് പറഞ്ഞു, നിനക്കെന്തും ചോദിക്കാമായിരുന്നു. ദീർഘായുസ് ചോദിക്കാമായിരുന്നു, സമ്പത്ത് ചോദിക്കാമായിരുന്നു, സൈന്യബലം ചോദിക്കാമായിരുന്നു, ശത്രു സംഹാരം ചോദിക്കാമായിരുന്നു, എന്തും ചോദിക്കാമായിരുന്നു. എന്നാൽ നീ ചോദിച്ചത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകമാണ്. അതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത ജ്ഞാനവും വിവേകവും നിനക്ക് ഞാൻ നൽകുകയാ. അതുമാത്രമല്ല, മറ്റാർക്കും ഇല്ലാത്ത വിധം സമ്പത്തും മഹത്വവും നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഉണ്ടായിരിക്കും. ഇന്ന് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ സോളമൻ ഒരു വലിയ മാതൃകയാണ്. സോളമനെ പോലെ പ്രാർത്ഥിക്കാം. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെയും അത്ഭുതമാക്കി മാറ്റും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.